നല്ലോണം സ്വലാത്ത് ചൊല്ലിയവരാൻ. ഇർഷാദിലൊരു ചരിത്രം കാണാലോ. ഇമാം മഖ്ദൂം തങ്ങൾ പറയുന്നുണ്ട്, നല്ലവനായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി. നല്ലയാളായിരുന്നു, പക്ഷേ പറയത്തക്ക ഇബാദത്ത് കർമ്മങ്ങളൊന്നും അയാളിൽ ഇല്ലായിരുന്നു. എന്നാലും അയാൾ ഞങ്ങളെക്കാളും നല്ല മനുഷ്യനാണ്. ആ മരിച്ച വ്യക്തിയെ അയാൾ വാസിയായിട്ടുള്ള മനുഷ്യന് സ്വപ്നം കണ്ടു. അയാൾ വാസിയായ മനുഷ്യന് സ്വപ്നം കാണുന്നു. സുബ്ഹാനല്ലാഹ്. പറയുന്നത് ഇമാം ശിബിലി തങ്ങളാണ്. ശിബിലി തങ്ങളായി ചരിത്രം പറയുന്നത്. ശിബിലി തങ്ങൾ പറയുന്നു, എന്റെ അയൽവാസിയായ മനുഷ്യന് മരണപ്പെട്ടു. ആ മരിച്ച വ്യക്തി എന്റെ നല്ല കൂട്ടുകാരനായിരുന്നു, നല്ല പിരിച്ചപ്പെട്ടയാളായിരുന്നു. പെട്ടെന്ന് അയാളെ മരണപ്പെട്ടതിന് ശേഷം എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ അയാളെ സ്വപ്നം കണ്ടു. അയാളെ ഞാൻ കിനാവില് കണ്ടു. സ്വപ്നത്തിൽ കണ്ട നേരാ ഞാൻ അയാളോട് ചോദിച്ചു, അല്ല ഇപ്പൊ നിന്റെ ഹാലെന്താ, എന്തായി, ഇപ്പൊ നിങ്ങളുടെ ജീവിതം എങ്ങനെ, അല്ലാഹു നിങ്ങളോട് എങ്ങനെ പെരുമാറിയെന്ന് ഞാൻ ആ മനുഷ്യനോട്, എന്റെ അയൽവാസിയോട്, മരണപ്പെട്ട ആളോട്, സ്വപ്നത്തിൽ വന്നവനോട് ചോദിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, അതെ ശിബിലി, എന്റെ ജീവിതം വളരെ കട്ടപ്പാട് നിറഞ്ഞതായിരുന്നു. ഖബറില് ഞാൻ അങ്ങ് മരണപ്പെട്ടു. എന്റെ ഖബറങ്ങ് മൂടപ്പെട്ട് ജനങ്ങൾ പിരിഞ്ഞ നേരം എന്റെ മുമ്പിൽ 2 മലായികത്തീങ്ങൾ വന്നു. മുൻകർ നകീർ വന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കുന്ന നേരം എനിക്ക് മറുപടി കിട്ടുന്നില്ല. ഞാൻ അവിടെ പേടിച്ചു പോയി, പതറിപ്പോയി, ഭയവിഹ്വലനായി ഞാൻ അങ്ങ് വിറച്ചു നിൽക്കുന്ന നേരം അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഞാൻ അങ്ങ് കുടുങ്ങി നിൽക്കുന്ന സമയം ആ 2 മലായികത്തീങ്ങൾ അതാ എന്നെ ശിക്ഷിക്കാൻ, എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ തീച്ചാല തുപ്പുന്ന ഇരുമ്പിന്റെ ദണ്ഡി എന്റെ തലക്ക് മുകളിൽ അങ്ങ് ഉയർത്തിയപ്പോ, എന്നെ അടിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ മുമ്പിലതാ ഒരു സുന്ദരനായ മനുഷ്യന് നിൽക്കുന്നു. ഞാനല്ലാത്ത മറ്റൊരാൾ, എന്റെ മുമ്പിലുള്ള മുൻകർ നകീർ അല്ലാത്ത മറ്റൊരാൾ, സുന്ദരനായ സ്പ്രദ്രൂപിയായ ഒരാൾ എന്റെ മുമ്പിൽ അങ്ങ് നിൽക്കുന്ന കാണുന്നുണ്ട്. സുന്ദരനാണയാൾ, സുമുഖനാണയാൾ, ഭയങ്കരമായ ചേലാണയാൾ. മുൻകർ നകീർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അയാൾ വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. അടിക്കരുത്, 1 മിനിറ്റ്, ഇയാളെ തൊട്ടു പോകരുത്, ചോദിച്ചോളോ, മറുപടി പറയാലോ. എന്താണ് മറബ്ബുക വമൻ നബിയുക എന്നുള്ള ചോദ്യം പേടിപ്പെടുത്തുന്ന രൂപത്തിൽ ചോദിക്കുമ്പോ എനിക്ക് മറുപടി പറയാൻ കഴിയാതെ ഞാനങ്ങ് പതറിപ്പോയ നേരത്ത്, നിന്നുപോയ നേരത്ത് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സുന്ദരനായ ആ കോലമത മണിമണിയായി സ്പഷ്ടമായി വ്യക്തമായി മറുപടി പറയുന്നു. അവർ അത് കേട്ടിട്ട് സന്തോഷത്തോടെ പോകുന്നു. എനിക്ക് സ്വർഗത്തിന്റെ വാതില് തുറക്കപ്പെട്ടു. തിരിഞ്ഞു നോക്കുമ്പോ കോലത്തെ കാണുന്നില്ല. എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ സുന്ദരമായ കോലം അത് കാണുന്നില്ല. ഇർഷാദിൽ ഈ ചരിത്രമുണ്ട്, ഒരുപാട് മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാനങ്ങ് തിരിഞ്ഞു നോക്കുമ്പോ ആ കോലം കാണുന്നില്ല, അപ്രത്യക്ഷമായി. ഞാനങ്ങ് പിന്നീട് ആ കോലം ഒന്ന് കണ്ടുകിട്ടിയ നേരം, 1 സെക്കൻഡ് ഞാനൊന്ന് കണ്ടുമുട്ടിയപ്പോ ഞാൻ അതിനോട് ചോദിച്ചു, ആരാ നിങ്ങൾ, ഞാനുമായിട്ട് എന്ത് ബന്ധമാണ് നിങ്ങൾക്ക്, എന്നെന്തിന് നിങ്ങൾ സഹായിച്ചു ആ സന്ദിഗ്ധ ഘട്ടത്തില് എന്ന് ഞാൻ ചോദിച്ച നേരത്ത് ആ സുന്ദരമായ രൂപം എന്നോട് പറഞ്ഞത്, ഞാൻ ആരെന്നറിയാ, ഞാൻ നീ ചൊല്ലിയ സ്വലാത്താണ്, മുത്തുനബി തങ്ങളെ മേലെ നീ പറഞ്ഞ സ്വലാത്താണ്. നിന്റെ എല്ലാ കർമ്മങ്ങളും ഇവിടെ തള്ളപ്പെട്ടു പോയ നേരം, എല്ലാ അമലുകളും അതാ റിജക്റ്റ് ആക്കപ്പെട്ട നേരം, നിന്റെ അമലുകൾ നിഷ്ഫലമാക്കപ്പെട്ട നേരം, നിന്റെ സർവത്ര ഇബാദത്തുകളും അതാ സ്വീകരിക്കാതെ പോയ കോലത്തില് നിന്നെ ഈ കൊണ്ടുവരപ്പെട്ട നേരം നിനക്ക് ഉപകാരപ്പെട്ടത് ഒരേ ഒരു അമല, സ്വലാത്തു റസൂലില്ലാഹ്. കുല്ലു അമലി ഇബ്നി ആദമ ഇമ്മാ മഖ്ബൂലത്തുൻ വ ഇമ്മാ മർദൂദ ഇല്ല സ്വലാത്തു അലർ റസൂൽ സല്ലല്ലാഹു അലൈഹി ഇല്ല സ്വലാത്തു അലൻ നബി, ഇല്ല സ്വലാത്തു അലൻ നബി, ഇല്ല സ്വലാത്തു അലൻ നബി. അമലുകളും
തള്ളപ്പെടുകയാണെങ്കിൽ പോലും ഞങ്ങളുടെ അമലുകൾ തള്ളപ്പെടാം. ഞങ്ങളെ നീയത്തൊന്നും കറക്റ്റ് അല്ലെങ്കിൽ, ഞങ്ങളെ ഈമാൻ ഇഖ്ലാസ് ശരിയല്ലെങ്കിൽ, ഇത് എന്റെ ഈ വയല് പറയലെന്നെ വലിയ കാര്യമാണ്, വലിയ ഇബാദത്താണ്, അള്ളാഹിന്റെ അടുക്ക് വലിയ അമലാണ്. പക്ഷെ ഇതെപ്പോ വലുതാണ്? എന്റെ നീയത്ത് കറക്റ്റ് വേണോ? എന്റെ ഇഖ്ലാസ് കറക്റ്റ് വേണോ? നിങ്ങൾ ഇരുത്തം വലിയ കാര്യമാണ്, വലിയ അമലാണ്, വലിയ കൂലിയുണ്ട്. എപ്പോ നിങ്ങളെ നീയത്തെ കറക്റ്റ് ആണെങ്കിൽ. ഇതിപ്പോ നിങ്ങൾ ആർക്കോ വേണ്ടിയിട്ടിരുന്നത്, എപ്പോഴേ എണിക്കാൻ പോകാൻ തോന്നിയിന്, ഇയാളെന്തേലും പറഞ്ഞ